സോ നമ്മൾ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ കണ്ടു അല്ലെ. ഇനി നമുക്ക് അതിലേക്ക് വരാം. അതായത് അസസ്മെന്റ് പ്രാക്ടീസസ് ഇൻ ഇൻക്ലൂസീവ് സ്കൂൾ എന്ന ടോപ്പിക്കില് ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത്, മോഡേൺ അസസ്മെന്റ് പ്രാക്ടീസസ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്, ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റും കൾച്ചറലി റെസ്പോൺസീവ് ആയിട്ടുള്ള അസസ്മെന്റ്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് what are the modern assessment practices and why do we need them? അപ്പൊ എന്താ മോഡേൺ അസസ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മോഡേൺ സിറ്റുവേഷനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ പ്രാക്ടീസസിനെയാണ് മോഡേൺ അസസ്മെന്റ് പ്രാക്ടീസസ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്താണ്, ഇപ്പൊ സ്കൂൾസ് എല്ലാം കുറച്ചുകൂടെ മാറി ഇൻക്ലൂസീവ് സ്കൂൾസ് ആയിട്ടാണ് വരുന്നത്. പണ്ട് എന്തായിരുന്നു, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ ഡിഫറെന്റ് സ്കൂളിൽ തന്നെയായിരുന്നു പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർക്കായിട്ട് സ്പെഷ്യൽ സ്കൂൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഈ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും എങ്ങോട്ട് വരുന്നുണ്ട്, നോർമൽ സ്കൂളിൽ തന്നെ പഠിക്കാൻ വരുന്നുണ്ട്. സോ അതെന്താണ്, ഇൻക്ലൂസീവ് സ്കൂൾ എന്ന് അതിനെ പറയുന്നത്. ആ ഒരു ഇൻക്ലൂസീവ് സ്കൂൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അസസ്മെന്റ് മെത്തേഡ്സും മാറ്റേണ്ടി വരും. അപ്പൊ ഇപ്പൊ നമ്മുടെ അസസ്മെന്റ് മെത്തേഡ്സ് എന്തായി, വി ആർ ഡൂയിങ് മോഡേൺ അസസ്മെന്റ്. ഓക്കെ, സോ അതിൽ വരുന്നതാണ് എന്ത്, രണ്ടു തരം. പിന്നെ അതേപോലെ ടെസ്റ്റുകൾ, അതായത് ടെസ്റ്റിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈൽ എന്താണോ അതനുസരിച്ച് നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന അസസ്മെന്റിനെയാണ് എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ്. കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഓരോ കുട്ടികളുടെയും ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചിലർ ഭയങ്കര റിച്ച് ഫാമിലി ആയിരിക്കും, ചിലർ പുവർ ഫാമിലി നിന്നായിരിക്കും, ചിലര് എന്താ പറയാ അവരുടെ കൾച്ചറേ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ട്രൈബൽ പീപ്പിൾ ആണെങ്കിൽ അവരുടെ കൾച്ചർ ഡിഫറെന്റ് ആണ്. അതേപോലെ എന്താ പറയാ ഇക്കണോമിക്കലി ബാക്ക്വേർഡ് നിൽക്കുന്നവരുടെ കൾച്ചർ ഡിഫറെന്റ് ആണ്. അത് ഓരോ കാസ്റ്റിനും ഓരോ ക്രീഡിനും ഓരോ പ്ലേസിനും, ഇപ്പൊ സിറ്റീസിലെ കൾച്ചർ അല്ല വില്ലേജസിൽ ഉണ്ടാവുക. അപ്പം അങ്ങനെ എന്താണ് ഓരോരുത്തർക്കും എന്താണ് ഡിഫറെന്റ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ കുട്ടികൾ വരുന്നത് എന്നുള്ളത് വളരെ ഡിഫറെന്റ് ആണ്. അപ്പം അതനുസരിച്ച് അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന അസസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ തേർഡ് മെത്തേഡ് ആണ് എന്ത്, ടെസ്റ്റ് ഫോർ ലേണൽ അപ്രൈസൽ. അതായത് ഒരു കുട്ടിയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, അതിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ അസസ്മെന്റ് പ്രാക്ടീസസ് കൊണ്ടുവരുന്നുണ്ട്. സോ ദീസ് അപ്രോച്ചസ് എൻഷുവേഴ്സ് ഇൻക്ലൂസീവ് ആൻഡ് ഇഫക്റ്റീവ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ സ്റ്റുഡൻസ് ആൻഡ് ദേ ക്യാൻ ടുഗദർ form what a comprehensive assessment framework. അപ്പൊ ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എൻഷുർ ചെയ്യാം, കുട്ടികളെ നമ്മൾ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്തു അസസ്മെന്റ് പ്രോസസ്സിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇക്വിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ അവരുടെ സാഹചര്യവും അവരുടെ എബിലിറ്റീസും കൺസിഡർ ചെയ്തിട്ട് അവരെ നമ്മൾ അസസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് മോഡേൺ അസസ്മെന്റ്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം, എന്താണ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. അപ്പൊ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, a systematic approach to modify assessment methods based on എന്തൊക്കെയാണ്. അപ്പം നമ്മൾ പറയുന്ന ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആണ്. എന്ത്, ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആണ്. അപ്പൊ അതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പഴയ അസസ്മെന്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവിടെ നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സ്റ്റുഡൻസ് പ്രീവിയസ് നോളജ്, എക്സ്പീരിയൻസ്, പിന്നെ അതേപോലെ ഇൻഡിവിജ്വൽ റെഡിനെസ് ലെവൽ. അതായത് ഓരോ കുട്ടിയും പഠിക്കാൻ ഇതിന്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയുന്നുണ്ടോ, പഠിക്കാൻ റെഡിയാണോ, ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് പഠിക്കാൻ റെഡിയാണോ, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് അറിയാമോ. പിന്നെ അതേപോലെ എന്താണ് യുണീക് ലേണിംഗ് പ്രിഫറൻസസ്. ഓരോ കുട്ടിയും പഠിക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പൊ അവരുടെ ലേണിംഗ് പ്രിഫറൻസസ് കണക്കിലെടുത്തുകൊണ്ട് അവരെ അസസ് ചെയ്യുക. അതേപോലെ എന്താണ് അക്കാഡമിക് എബിലിറ്റീസ് നോക്കുക, അതേപോലെ കൾച്ചറൽ ആൻഡ് റേഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് നോക്കുക. സോ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു കുട്ടിയെ നമ്മൾ അസസ് ചെയ്യുന്നതാണ് എന്ത്, ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഓരോ കുട്ടിക്കും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കുട്ടിയുടെ സാഹചര്യങ്ങളും ആ കുട്ടിയുടെ കഴിവുകളും കഴിവില്ലായ്മകളും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ആ കുട്ടിയെ നമ്മളിപ്പം അസസ് ചെയ്യുന്നത്. സോ ദിസ് ഹെൽപ്സ് ടീച്ചേഴ്സ് മാച്ച് അസസ്മെന്റ് സ്ട്രാറ്റജീസ് ടു സ്റ്റുഡന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ അവരെ അസസ് ചെയ്യുന്നത്, ഇപ്പൊ പഠിക്കാൻ ഇഷ്ടമുള്ള വായിക്കാൻ ഇഷ്ടമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ ഒരു ടെസ്റ്റ് കൊണ്ട് അസസ് ചെയ്യാം. എന്നാൽ വായിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യാനാണ് ആ കുട്ടിക്ക് ഇഷ്ടമെങ്കിൽ, അങ്ങനെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കും, ഒരു പ്രോജക്റ്റ് ആയിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. രണ്ടുപേർക്കും എന്താണ് അപ്പം ആ ഒരു വായിച്ച കാര്യം അല്ലെങ്കിൽ പഠിച്ച കാര്യം ഓർക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും കഴിവുണ്ടെന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. സോ അതാണ് പറയുന്നത്, ഓരോ ടീച്ചർക്കും എന്ത് ചെയ്യാം, കുട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് അസസ്മെന്റ് സ്ട്രാറ്റജീസ് ഫോം ചെയ്യാം. പിന്നെ എന്താണ്, enable students to demonstrate learning in ways that work best for them. അപ്പം സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, ഇപ്പൊ നമ്മുടെ അസസ്മെന്റ് ഉദ്ദേശം എന്താ, സ്റ്റുഡൻസിന് അത് അറിയാമോ അറിയില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അത് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുത്ത്
അവരുടെ ലേണിംഗ് എന്ത് ചെയ്യണം, ബെറ്റർ ആക്കണം അല്ലെ. അപ്പം അസസ്മെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്, സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്, അവർക്ക് അറിയാം അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം അവരെ നമുക്ക് അസസ് ചെയ്യാൻ. ഇപ്പൊ പറയാൻ അറിയാത്തൊരു കുട്ടിക്ക് മേ ബി വരയ്ക്കാൻ അറിയുന്നുണ്ടാവും, അപ്പം അവരത് വരച്ച് കാണിച്ചാൽ മതി. ഇപ്പൊ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മ്യൂട്ട് ആയിട്ടുള്ള കുട്ടികൾ അല്ലെ. അപ്പൊ മ്യൂട്ടായ കുട്ടികൾക്ക് എന്താണ്, റിട്ടൺ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലെ. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഓരോ കുട്ടിക്കും. പക്ഷെ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, ആ കുട്ടി പഠിച്ചതും കേട്ടതും അറിയുന്ന കാര്യങ്ങളും ഒക്കെ അവിടെ എന്ത് ചെയ്യാം, ടെസ്റ്റിൽ എഴുതാം. ഓക്കെ. പിന്നെ അതേപോലെ എന്താണ്, എൻഹാൻസസ് ലേണിംഗ് ഔട്ട്കംസ് ത്രൂ പേഴ്സണലൈസ്ഡ് അസസ്മെന്റ് അപ്രോച്ചസ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫീഡ്ബാക്കും ആ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പം ലേണിംഗ് ഔട്ട്കംസ് നമുക്ക് അങ്ങനെ അവരെ അസസ് ചെയ്യുകയും ചെയ്യാം, അവർക്ക് അതേപോലെ ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ ലേണിംഗ് പ്രോസസ് എന്താവും, പ്രോപ്പർലി എൻഹാൻസ്ഡ് ആവും. നെക്സ്റ്റ്, വാട്ട് ആർ ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. ബേസിക്കലി നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പറയേണ്ടത്. ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്. the main focus of differentiated assessment is what, the student. സ്റ്റുഡന്റിന്റെ എന്താണോ ആവശ്യങ്ങൾ, എന്താണോ എക്സ്പീരിയൻസ്, എന്താണോ കുട്ടിയുടെ പ്രയർ നോളജ്, ഇതിനെയെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അസസ്മെന്റ് ആണ് എന്ത്, ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ്. ഓക്കെ. അതേപോലെ സെക്കൻഡ് കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതാണ് ഫ്ലെക്സിബിലിറ്റി ഇൻ അസസ്മെന്റ്. ഫസ്റ്റ് വൺ എന്താണ്, സ്റ്റുഡന്റ് സെന്റർ, അതായത് ബേസ് ആരാണ്, സ്റ്റുഡന്റ് ആണ്. രണ്ടാമത് നമ്മുടെ അസസ്മെന്റ് മെത്തേഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ റിജിഡ് ആയിട്ടിരിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റുഡന്റിനനുസരിച്ച് അസസ്മെന്റ് മെത്തേഡിൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ടെസ്റ്റ് ഇടുക മാത്രമല്ല, നമ്മൾ അതിന് എന്ത് കൊടുക്കുന്നുണ്ടാവും, ഒരു അസൈൻമെന്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ അതേ ഒരു കാര്യം ആ കുട്ടിക്ക് പല രീതിയിൽ എന്ത് ചെയ്യാം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ എന്താണ്, സക്സസിനായിട്ട് മൾട്ടിപ്പിൾ പാത്വേസ് കൊടുക്കുകയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ അസസ് ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു രീതിയിൽ ആ കുട്ടിക്ക് നന്നായിട്ട് എഴുതാൻ അറിയില്ലെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം, മേ ബി ഒരു ഓറൽ ടെസ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ടെസ്റ്റ് കൊടുക്കാം. പിന്നെ എന്താണ്, accommodates different pace of learning. അപ്പം ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോ കുട്ടിക്കും ആ കുട്ടി എന്ത് പഠിച്ചു അല്ലെങ്കിൽ ആ കുട്ടി എന്ത് അറിയണം എന്ന ബേസിസിലാണ് ചെയ്യുന്നത്. അപ്പൊ ചില കുട്ടികളുണ്ടാവും പെട്ടെന്ന് പഠിക്കുന്നത് അല്ലെ, എന്നാൽ ചിലരോ വളരെ സ്ലോ ലേണേഴ്സ് ആയിരിക്കും, എന്നാൽ കുട്ടികൾ വേറെ എന്തെങ്കിലും കഴിവ് കാണിക്കുന്നവരും ആയിരിക്കും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും എന്താണോ ആവശ്യം അല്ലെങ്കിൽ അവരുടെ വേഗത എങ്ങനെയാണോ അതനുസരിച്ച് എന്ത് ചെയ്യുക, അവർക്ക് അസസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ എന്താണ്, അലൗസ് ഫോർ ഡൈവേഴ്സ് എക്സ്പ്രഷൻ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. പല മനസ്സിലാക്കിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പല രീതികൾ, അതിനെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ദ കോർ പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ഇൻക്ലൂഡ്സ് വാട്ട്സ് സ്റ്റുഡന്റ് സെന്റേർഡ് ഫോക്കസ് ആൻഡ് ഓൾസോ ഫ്ലെക്സിബിലിറ്റി ഇൻ അസസ്മെന്റ്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംപ്ലിമെന്റേഷൻ ആണ് കേട്ടോ. അപ്പം ബിഫോർ ടീച്ചിങ് ഉണ്ട്, ഡ്യൂറിംഗ് ടീച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ആഫ്റ്റർ ടീച്ചിങ് ഉണ്ട്. ബിഫോർ ടീച്ചിങ് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം തുടക്കത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഒരു ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ്. ഇത് കഴിഞ്ഞ് ഈ ഒരു ഡയഗ്നോസ്റ്റിക് അസസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ സ്റ്റുഡന്റിന്റെയും പ്രൊഫൈൽ എന്താണെന്ന് അവിടെ മനസ്സിലാക്കാം. ഈ പ്രൊഫൈലിൽ നിന്ന് ഓരോരുത്തരുടെയും ലേണിംഗ് പ്രിഫറൻസസ് എന്താണ്, ലേണിംഗ് സ്റ്റൈൽസ് എന്താണ് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് മനസ്സിലാക്കും. സോ ബിഫോർ ടീച്ചിങ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി സ്റ്റുഡന്റ് പ്രൊഫൈലും സ്റ്റുഡന്റിന്റെ ലേണിംഗ് പ്രിഫറൻസസും മനസ്സിലാക്കും. ഡ്യൂറിംഗ് ടീച്ചിങ് നമ്മൾ എന്ത് ചെയ്യും, ആ കുട്ടി എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുകയും സ്റ്റുഡന്റിന്റെ പ്രോഗ്രസിനെ മോണിറ്റർ ചെയ്യുകയും ചെയ്യും. ഈ മോണിറ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ചേഞ്ചസ് വേണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി പറഞ്ഞു കൊടുക്കണോ, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കണോ, ഫീഡ്ബാക്ക് അങ്ങനെ കൊടുക്കാം അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡ്യൂറിംഗ് ദ പ്രോസസ് തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുത്ത് ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും. ആഫ്റ്റർ ടീച്ചിങ്ങും ഉണ്ട്, അതായത് ബിഫോർ ടീച്ചിങ് ഉണ്ട്, ഡ്യൂറിംഗ് ടീച്ചിങ് ഉണ്ട്, അതേപോലെ തന്നെ ആഫ്റ്റർ ടീച്ചിങ്ങും ഉണ്ട്. ആഫ്റ്റർ ടീച്ചിങ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം, ആഫ്റ്റർ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ, ഒരു കുട്ടിയെ അസസ് ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഓപ്ഷൻ അല്ലാതെ പല അസസ്മെന്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും പല ഇവാലുവേഷൻ ടൂൾസ് യൂസ് ചെയ്യുകയും അതേപോലെ ഓരോ കുട്ടിക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയും ചെയ്യാം. സോ ദിസ് ഇസ് വാട്ട് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഓക്കെ. സോ ഇനി ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയായിരിക്കും, നേരത്തെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ കംപ്രൈസ് ചെയ്ത് പറയാണ്. നമുക്ക് അസസ് ചെയ്യുന്ന ഫോമാറ്റ്സ് കാണാം, അതേപോലെ തന്നെ നമ്മൾ ടൈമിംഗ് ഒക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് കൊടുക്കും അല്ലെ, അവിടെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കും. ഫ്ലെക്സിബിലിറ്റി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ്, ചില കുട്ടികൾ കുറച്ചധികം സമയം വേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അസസ്മെന്റ് സെഷൻസ് വേണ്ടി വരും, അതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ എന്താണ്, സപ്പോർട്ട് മെക്കാനിസംസും പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഈ അസസ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ. അപ്പം ഡിഫറൻഷിയേറ്റഡ് അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെസ്റ്റ് ഇടുകയാണെങ്കിൽ അതിനെ പല രീതിയിൽ ആ ടെസ്റ്റ് ഇടും. അതായത് ഒരു ടോപ്പിക്കിന്റെ ടെസ്റ്റ് ആണെങ്കിൽ അതെന്താണ്, മൾട്ടിപ്പിൾ ഫോമാറ്റ്സിൽ കൊടുക്കുന്നുണ്ടാവും. അതേപോലെ നമ്മൾ ടൈമിങ്ങിലൊക്കെ ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ പല സപ്പോർട്ട് മെക്കാനിസംസും കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. So this is about differentiated assessment.